മീഡിയ കേരളയോടൊപ്പം ഇപ്പോൾ ഉള്ളത് പടിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും അധ്യാപകനും ഒക്കെ ആയിരുന്ന, അതിലുപരി നല്ലൊരു നാടകക്കാരനും ഒക്കെ ആയിരുന്ന സാറാണ്, രാഘവൻ മാസ്റ്ററാണ്. മാഷേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ പടിയൂര് ഒരു ഉത്സവമായിരുന്നു ഈ 4 ദിവസമായിട്ട് നടന്നത്. ഇപ്പോൾ അത് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കലാമാമാങ്കമൊക്കെ കാണുമ്പോൾ എന്താണ് സാറിന് ഫീൽ, എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ സമയത്ത് തന്നെ ഞങ്ങൾ പ്രധാനമായ ഒരു കാര്യം ആലോചിച്ചു. പടിയൂര് വരുന്ന ഒരാളും ഈ ഒരു പരിപാടിയായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ പരിപാടി കൊണ്ടുപോകും. ഇങ്ങനെയാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചെയ്തത് എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ടീച്ചേഴ്സ് യൂണിയൻ്റെ പ്രതിനിധികളും എല്ലാവരുമായി ഒത്തൊരുമിച്ച് ഒരു സംഘാടക സമിതി, ഒരു തരത്തിലുള്ള വിഭാഗീയതയ്ക്കും ഇടകൊടുത്തു. അതുകൊണ്ട് തന്നെ വലിയ നിലയിലുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു ഐക്യം രൂപപ്പെട്ടു. ആ ഐക്യമാണ് നമ്മുടെ ഇതിൻ്റെ വിജയം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും പല രീതിയിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ മുദ്രാവാക്യം പിടിയും പോലും സ്റ്റേജ് കയ്യേറ്റും എല്ലാം നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സംഭവവും ഈ സമയം വരെ നമുക്ക് 4-ാം ദിവസമായി ഇന്നും നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്. അത് നമ്മളെ പടിയൂരിൻ്റെ ജനങ്ങളുടെ വിജയമാണ്. നമ്മൾ ഈ പടിയൂർ വരുന്ന ഒരൊറ്റ ആളും ഭക്ഷണം കഴിക്കാതെ പോകാൻ പടിയൂർ വരുന്ന തരത്തിലും ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല എന്നുള്ള ഞങ്ങൾ ആദ്യത്തെ തീരുമാനം. അത് വിജയിച്ചു. ഓരോ ദിവസവും 3500-4000 പേര്, ഇന്ന് 4000 അല്ല, ഏകദേശം 4000-നും 5000-നും ഇടയിലാൾ ഇന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് നമ്മളെ പടിയൂരിൻ്റെ ഒരു വിജയമാണ്, പടിയൂരിലെ ജനങ്ങളുടെ വിജയമാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഒരു അഭിപ്രായ വ്യത്യാസത്തിനും ഇടകൊടുക്കാൻ വേണ്ടി ഒരാളും മുതിർന്നില്ല എന്നുള്ളതാണ്. ശൈല ടീച്ചർ MLA ആയാലും സജി ജോസഫ് MLA ആയാലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രതിനിധികൾ എല്ലാവരും വളരെ സജീവമായി ആദ്യ അവസാന രംഗത്ത് ഇപ്പോഴും അവർ സജീവമാണ്. ഈ പരിപാടി തീരുന്നതോടൊപ്പം മാത്രമേ എല്ലാവരും വരും. അത്രയും ഗംഭീരമായി നമുക്ക് ചെയ്യാൻ നടത്തുന്നതായിരിക്കും. അതിലുപരി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സാറൊരു നാടകക്കാരനാണ് അല്ലേ? ഒരുപാട് വർഷം, 30 വർഷം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടുത്തെ കലാമത്സരങ്ങൾ കാണുമ്പോൾ കലാമത്സരങ്ങൾ ഞാൻ നാടകങ്ങളും മറ്റെല്ലാം ഞാൻ കുറേയെല്ലാം കണ്ടിട്ടുണ്ട്. ഈ ഡാൻസ് ഐറ്റം വലിയ നിലയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാടകം ചിലത് നന്നായിട്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നിലയിലേക്ക് നാടകം ഉയർന്നു വന്നിട്ടില്ല പലതും. അതിന് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം, സ്ക്രിപ്റ്റിൻ്റെ അഭാവം, അങ്ങനെയെല്ലാം ഉള്ളതായിട്ടാണ് തോന്നിയിട്ടത്. പക്ഷെ എന്നാലും ഒരു മോശമല്ലാത്ത പ്രകടനം കുട്ടികൾ കാഴ്ചവെച്ചു. ആവറേജ് നിലവാരത്തിൽ നാടകവും എത്തിയിട്ടുണ്ട്. ഡാൻസ് കൃത്യമായിട്ട് തന്നെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. ജഡ്ജസിന് തന്നെ കൺഫ്യൂഷൻ ഏതിന് സമ്മാനം എടുക്കണമെന്ന്, അത് മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും മറ്റു നാടകമായാലും ഗംഭീരമായിട്ടുണ്ട്. നല്ല ഇതിൻ്റെ പടിയൂരിൻ്റെ അഭിമാനമായി മാറിയ ഒരു കലാമേളയായി, കലാമാമാങ്കമായി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ സാറേ, അപ്പോൾ സാറിനെ പോലെയുള്ളവരുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊണ്ടാണ് ഈ പടിയൂർ ഇതേപോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും ഭംഗിയായി ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതിക്ക് നടത്താൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ സാറ് എല്ലാവിധ ആശംസകളും മീഡിയ കേരളം നേരുകയാണ്. ഇനിയും കലാപ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിലൊക്കെ സാറിന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.